ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് നിവർത്തന പ്രക്ഷോഭം, അതുപോലെ തന്നെ വൈദ്യുത പ്രക്ഷോഭവും, ക്ഷേത്രപ്രവേശന വിളംബരവും, പട്ടിണി ജാഥയും പറ്റിയാണ്. ആദ്യം നമുക്ക് 1932 നടന്ന നിവർത്തന പ്രക്ഷോഭത്തെ പറ്റി നോക്കാം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് ഈ പറയുന്ന നിവർത്തന പ്രക്ഷോഭം. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായ നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് ഈ പറയുന്ന നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് ഏതെന്ന് പറയുന്നത് സംയുക്ത രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം സമുദായത്തിലെ പ്രതിനിധികൾ ചേർന്ന് രൂപം നൽകിയ സംയുക്ത രാഷ്ട്രീയ സമിതി നിലവിൽ വന്നത് 1932 നവംബർ മാസം 17 ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം സംയുക്ത രാഷ്ട്രീയ സമിതി നിലവിൽ വന്നത് 1932 നവംബർ മാസം 17 ആണ് എന്ന് ഓർത്തിരിക്കുക. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിരം തിരുനാളിന് സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത് 1933 1933 തിരുവിതാംകൂറിലെ രാജാവായ ശ്രീ ചിത്തിര തിരുനാളിന് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത്. നിവർത്തന പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. NV ജോസഫ്, C കേശവൻ, TM വർഗീസ്, PK കുഞ്ഞ്, CV കുഞ്ഞിരാമൻ, അബ്ദുറഹ്മാൻ സാഹിബ്, ഇത്രയും പേരായിരുന്നു നിവർത്തന പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കന്മാരെന്ന് പറയുന്നത്. നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് IC ചാക്കോയാണ്. നിവർത്തന പ്രക്ഷോഭത്തിലെ നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് IC ചാക്കോയാണെന്ന് ഓർത്തിരിക്കുക. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ C കേശവനാണ്. C കേശവനാണ് 1935 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരിയിൽ പ്രസംഗം നടത്തിയ വ്യക്തിയെന്ന് ഓർത്തിരിക്കുക. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിവർത്തന പ്രക്ഷോഭമാണ്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1936 അപ്പോൾ 1936 ട്രാവൻകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നിവർത്തന പ്രക്ഷോഭമാണ്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് GD നോക്സ് ആണ്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് എന്നു ചോദിച്ചാൽ അത് 1956 1936 രൂപം കൊണ്ട ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ 1956 എന്തായി മാറിയത്? കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രം അഥവാ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള കേസരിയാണ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രം അഥവാ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏതെന്ന് ചോദിച്ചാൽ അത് കേരള കേസരിയാണെന്ന് മറക്കാതെ ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് 1936 നടന്ന വൈദ്യുത പ്രക്ഷോഭത്തെ പറ്റി നോക്കാം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭമാണ് ഈ പറയുന്ന വൈദ്യുതി പ്രക്ഷോഭം. കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖൻ ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുത വിതരണത്തിനുള്ള അധികാരം ചന്ദ്രിക എന്ന ഒരു കമ്പനിക്ക് നൽകിയതാണ് വൈദ്യുത സമരത്തിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്. വൈദ്യുത പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണടാ 1936 വൈദ്യുത പ്രക്ഷോഭം നടന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരാണ്. വൈദ്യുത സമരകാലത്ത് ശ്രദ്ധാകേന്ദ്രമായ നേതാവാണ് ഇക്കണ്ട വാര്യർ. വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AR മേനോൻ, ഇക്കണ്ട വാര്യർ, CRE ഉണ്ണി. ഇതില് ഇക്കണ്ട വാര്യറാണ് വൈദ്യുത സമരകാലത്ത് ശ്രദ്ധാകേന്ദ്രമായ നേതാവ് എന്ന് പറയുന്നത്. വൈദ്യുത പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് കൊച്ചി ഗവൺമെന്റ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തതായി നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറ്റി നോക്കാം. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോ 1936 നവംബർ മാസം 12 തിരുവിതാംകൂറിലെ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതെന്ന് ഓർത്തിരിക്കുക. ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് തിരുവിതാംകൂറിന്റെ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് CP രാമസ്വാമി അയ്യരാണ്. ആരാണ്? CP രാമസ്വാമി അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്ന സമയത്തെ തിരുവിതാംകൂറിന്റെ ദിവാൻ എന്ന് പറയുന്നത്.
ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണടാ? അത് ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണെന്ന് മറക്കാതെ ഓർത്തിരിക്കുക. ജനങ്ങളുടെ അന്ത്യാത്മക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഗാന്ധിജിയുടെ അവസാന സന്ദർശനം 1937 കൂടി ഓർത്തിരിക്കുക. അത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ്. അത്തരത്തിൽ 1937 നടത്തിയ സന്ദർശനത്തെയാണ് ഗാന്ധിജി ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്നതുകൂടി എന്ത് ചെയ്യുക, അവിടെ മറക്കാണ്ട് ഓർത്തിരിക്കുക. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണടാ? അത് സി രാജഗോപാലാചാരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ അന്ത്യാത്മക രേഖ എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ളയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ അന്ത്യാത്മക രേഖ എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ള. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളൂർ S പരമേശ്വര അയ്യരാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 നടന്നതുപോലെ തന്നെ 1947 ജൂൺ 2 മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. അതുപോലെ തന്നെ കൊച്ചിയിൽ 1947 തന്നെ ഡിസംബർ മാസം 20 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. അടുത്തതായി നമുക്ക് പട്ടിണി ജാഥയെ പറ്റി കൂടി നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 1936 പട്ടിണി ജാഥ നടന്നത്. മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയ അവസ്ഥ മദ്രാസ് ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നടന്ന ജാഥയാണ് ഈ പറയുന്ന പട്ടിണി ജാഥ. പട്ടിണി ജാഥ നയിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് AK ഗോപാലനാണ്. പട്ടിണി ജാഥ ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 1936 AK ഗോപാലൻ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണി ജാഥ നയിച്ചതെന്ന് ഓർത്തിരിക്കുക. 32 പേരാണ് ഈ പട്ടിണി ജാഥയിൽ പങ്കെടുത്തതെന്ന് കൂടി ഓർത്തിരിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് PSCയുടെ കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ S ഒന്ന് കമന്റ് ചെയ്യണേ. PSCയുടെ ഹോട്ട് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ PSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചോദിക്കുന്ന റീൽസ് ഞാൻ ചെയ്യുന്നുണ്ട്. PSCയുടെ ഹോട്ട് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് മറക്കാതെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ S ഒന്ന് മറക്കാതെ കമന്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ അടുത്ത നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. നമുക്ക് അതനുസരിച്ച് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ PSCയുടെ അടുത്തൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.